ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിംഗ് ഫ്യൂച്ചർ സ്പൗസിൻ്റെ റീഡിംഗ് ആണ്. ഹൂ വിൽ യു മാരി? നിങ്ങൾ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്? അപ്പോൾ ഒരു മാരേജ് റിലേഷൻഷിപ്പ് നോക്കുന്നവർക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഇനി മാരേജിനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം പാർട്ട്ണർഷിപ്പ്, ഓക്കെ, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, 3 പൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ചൂസ് ചെയ്യുക. 1 2 3 ഇൻറ്റ്യൂട്ടീവ്ലി ചൂസ് ചെയ്യണേ. ഓക്കെ, ഇപ്പോൾ പൈൽ നമ്പർ 1 റീഡിംഗ് ആണ് ആദ്യം. ബ്ലൂ പെൻ ചൂസ് ചെയ്ത ഒരു റീഡിംഗ് നമുക്ക് ആദ്യം നോക്കാം. Who will you marry? Okay. കാർഡ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാമേ. ഓക്കെ, എന്ത് സർക്കംസ്റ്റാൻസസ് നിങ്ങൾ കണ്ടുമുട്ടും? ഫിസിക്കൽ ഫീച്ചേഴ്സ്, അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. കരിയർ പറയാൻ പറ്റുമോ എന്ന് നോക്കാം. എനിത്തിങ്. ഓക്കെ, സൺ കാർഡ് ആൻഡ് പൈസസ്. Pile number 1. Falling in your soulmate. Healing family issues. Of Cups, King of Cups. Okay, ഫസ്റ്റ് ഓഫ് ഓൾ ഈ വ്യക്തി വളരെ സെൻസിറ്റീവായ ഒരാളാണ്. ഓക്കെ, പൈൽ നമ്പർ 1 ഭയങ്കര സെൻസിറ്റീവായൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അതായത് നിങ്ങൾ പെട്ടെന്ന് സന്തോഷം വരിക, പെട്ടെന്ന് ദുഃഖം വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതിനകത്ത് ഈ പറഞ്ഞ പോലത്തെ അതായത് കുറച്ചൊരു കെയർ കൊടുത്ത് സംസാരിക്കുക. ഓക്കെ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസും കൂടി മനസ്സിലാക്കിയിട്ട് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. അത് ഈ ഫാമിലി ലൈഫിൻ്റെ ഒരു കെട്ടുറപ്പിനത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഈ പേഴ്സൺ വളരെ വെൽതി ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ് എന്നൊക്കെ പറയുന്നത് തന്നെ പൈസയ്ക്ക് വളരെ മൂല്യം കൊടുക്കുന്ന ഒരാളാണ്. വളരെ സെറ്റിൽഡാണ്, ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്.
ഒരു ഫാമിലി ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ടാവാം മനസ്സിൽ. അതായത് ചിലപ്പോൾ ഫാദർ ഇഷ്യൂസോ മദർ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഈ പേഴ്സൺ നേരിട്ട ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഫാദർ മരിച്ചു പോയിട്ട് ബിസിനസ് നോക്കി നടത്തുന്ന ഒരാളോ അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പോൾ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ അതിൽ വളരെ നന്നായിട്ട് വിജയിക്കുകയും ചെയ്ത ഒരാളാണിത്. ഓക്കെ. പിന്നെ ഈ പേഴ്സണ് കുറച്ചൊരു ഡേ ഡ്രീമിങ് സ്വഭാവമുണ്ട്. ഡേ ഡ്രീമിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇരുന്ന് സ്വപ്നം കാണും പകൽക്കിനാവ് കാണും എന്നൊന്നുമല്ല. പക്ഷേ അതായത് ഒരു പാർട്ട്ണറായിട്ട് വരുന്ന ആളിനെ പറ്റി കുറച്ച് ഓവർ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വയ്ക്കുക, അങ്ങനത്തെ ഒരാളാണിത്. ഓക്കെ. പാർട്ട്ണറായിട്ടുള്ള വ്യക്തി ഒരു പവർഫുൾ പേഴ്സൺ ആയിരിക്കണം, ഒരു അതോറിറ്റി ഉള്ള ആളായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു CEO ലെവലിലൊക്കെ ഉള്ള ഒരു മാനേജറിയൽ പൊസിഷനിലൊക്കെ ഉള്ള ഒരാളായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോൺസെപ്റ്റ്സ് ഈ പേഴ്സണുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് ഈ 4 ഓഫ് കപ്സിൻ്റെ കാർഡ്. അതായത് ഉള്ളതിൽ തൃപ്തിയില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഓൾറെഡി ഒരുപാട് അച്ചീവ് ചെയ്ത ഒരാളാണിത്. ഓക്കെ. അപ്പോൾ പാർട്ട്ണറിൻ്റെ കാര്യത്തിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വയ്ക്കുന്നുണ്ട്. എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് ഇതാണ്, വളരെ പവർഫുള്ളായൊരു വ്യക്തിയായിരിക്കണം. കുറച്ച് ഈഗോ ഉള്ളൊരു ആളെയാണ് ഈ പേഴ്സൺ ആവശ്യം. ഒരു പവർ എന്ന് പറയില്ലേ, അതുള്ള ഒരാളെയാണ് ഈ പേഴ്സൺ നോക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തിട്ട് ഫ്യൂച്ചർ സ്പോസിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും ഒരു പവർഫുള്ളായൊരു വ്യക്തിയായിരിക്കാം. മെൻ്റലി വളരെ സ്ട്രോങ് ആയൊരു വ്യക്തിയായിരിക്കണം. വളരെ ജുപ്പിറ്റേറിയൻ ആയിട്ടുള്ള, അതായത് ഒരുപാട് നോളജുള്ള, അറിവുള്ള ഒരാളെയാണ് ഈ പേഴ്സൺ ആവശ്യം. എന്നാൽ വളരെ ഇമോഷണലി ഈ പേഴ്സൺ വളരെ സെൻസിറ്റീവുമാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. അതായത് നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു സ്പാർക്ക് തോന്നുന്ന ഒരു ബന്ധമായിരിക്കാം. ഡെത്ത് കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ സഡനായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാത്തൊരു സമയത്ത് വന്ന് മുന്നിൽ ചാടുന്നതായിരിക്കാം. വളരെ ഇമോഷണലാണ് ഈ പേഴ്സൺ. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. സോ ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കെ. ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. ബൈ ഗോഡ്സ് ഗ്രേസ്. ഫാമിലി ഇഷ്യൂസ് എന്തൊക്കെയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു. ദെൻ ഇതൊരു ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഇൻഡിക്കേഷൻസ് ഈ കാർഡൊന്നും തരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി വേണമെങ്കിൽ നോക്കാം. കാരണം സോൾമേറ്റ് കാർഡ് വന്നെങ്കിലും ലവ് മാരേജും ആവാം അറേഞ്ച്ഡ് മാരേജും ആവാം. എന്നാലും നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്നുകൂടി മെയിൻ ടാരോയിൽ നിന്ന് നോക്കാം. ഇതൊരു ലവ് മാരേജ് ആയിരിക്കുമോ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കുമോ? പൈൽ നമ്പർ 1. കാരണം ഇവിടെ അത്രയൊരു ഒരു പ്രണയം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള വ്യക്തിയാണ്. കുറച്ച് ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ഉള്ള ആളാണ്. വെരി ഡീപ്പ്. ഇത് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? നൈറ്റ് ഓഫ് സോർഡ്സ്. ഒരു കാർഡോട് ഫോർ ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ. നിങ്ങളൊരു ലവ് മാരേജ് നോക്കുന്നവരാണെങ്കിൽ ഐ എം സോറി, ഇവിടെ ഒരു
മാരേജിൻ്റെ ഒരു രീതിയാണ് കാണുന്നത്. ഓക്കെ, കാരണം നമ്പർ 4 റീപ്രസൻസ് അവർ ഫാമിലി. അപ്പോൾ ഒരു ഫാമിലി അറേഞ്ച്മെൻറ്റിൽ കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അങ്ങനെയായിരിക്കാം മീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫാദർ വഴി വരുന്ന പ്രപ്പോസലാവാം. ഓക്കെ, ഇനി ഈ പേഴ്സൻ്റെ ഒരു ജോബിനെ പറ്റി പറയാനാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബിസിനസ് ആവാം. നോക്കട്ടെ, സെക്കൻഡ് ഹൗസിൻ്റെ കാർഡാണ് വന്നത്. ബിസിനസ് ആവാം, ഫാമിലി ബിസിനസ് ആവാം, അല്ലെങ്കിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലികളാവാം, ഫൈനാൻഷ്യൽ ഫീൽഡ് ആവാം, അതായത് ബാങ്കിങ് അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, എന്നിട്ട് അഗെയിൻ ടോറസിൻ്റെ കാർഡാണ് വന്നത്. ഓക്കെ, ഇത് ഡെഫിനറ്റ്ലി ഈ വ്യക്തി പൈസയുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലികളായിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഓക്കെ, ഗവൺമെൻറ് സർവീസിലും ആവാം. മണി റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലികളാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ആപ്പിൾ ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലികളും ആവാം. ഇപ്പോൾ ഫുഡിൻ്റെ എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ് അങ്ങനെയൊക്കെയുള്ള ജോലികളുണ്ടല്ലോ. കാഷ്യൂവിൻ്റെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ജോലികളും ആവാം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണിനെ പറ്റി കൂടുതൽ ഇനി പറയാനുള്ളത് ഫിസിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടില്ല ഞാൻ. ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ മീഡിയം ഹൈറ്റാണ് കാണുന്നത്. ഒരു മീഡിയം ഹൈറ്റാണ് കാണുന്നത്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡി ആയിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ശരീരം. ഓക്കെ, ഈ കഴുത്തിൻ്റെ ഭാഗമില്ലേ, നെക്ക് ഏരിയ കുറച്ച് തടിച്ചിട്ടായിരിക്കും. ഓക്കെ, കണ്ണുകൾക്ക് എന്തെങ്കിലും പെക്യൂലാരിറ്റി കാണും കേട്ടോ. വളരെ സ്ട്രോങ് ആയിട്ട് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ഐസോ, അല്ലെങ്കിൽ ചിലരുടെ കണ്ണുകൾക്കൊരു തിളക്കം കാണില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇവരുടെ കണ്ണുകൾക്കുണ്ടായിരിക്കും. പിന്നെ ഈ പേഴ്സണെ പറ്റി പറയാനുള്ളത് വളരെ ഫോമലായിട്ടുള്ള വേഷങ്ങളൊന്നും ധരിക്കുന്ന ഒരാളല്ല. വളരെ കാഷ്വലായിട്ടുള്ള ഡ്രസ്സുകളോട് താല്പര്യമുള്ള ഒരു വ്യക്തി. ഒരുപാട് ഹെയറൊന്നും കാണുന്നില്ല, ആവശ്യത്തിന് ഹെയർ കേട്ടോ. ഒരുപാട് കൂടുതലും ഒരുപാട് കുറവും ഒന്നും കാണുന്നില്ല. കളർ സ്കിൻ ടോൺ പറയാനാണെങ്കിൽ ഒരു വീറ്റിഷ് സ്കിൻ ടോൺ, അല്ലെങ്കിൽ ഒരു ഫെയർ സ്കിൻ ടോണും ആവാം. കൂടുതലൊരു വീറ്റിഷ് ടോൺ, അതായത് കുറച്ചൊരു ടാൻ പോലെ, കുറച്ച്, അതായത് ഇരുനിറം എന്ന് പറയില്ലേ അത്. പിന്നെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഫോർ ഷുവർ. കാരണം ഇവിടെ എല്ലാം പണത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ, ഈ ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിളാണ് ഈ പേഴ്സൺ ആവശ്യം. അതായത് ഹി ഓർ ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ പാർട്ട്ണർ. അതെന്താണെന്ന് വെച്ചാൽ ഇമോഷണലി അവർക്ക് കണക്റ്റഡ് ആവുന്ന ഒരാളായിരിക്കണം. ഓക്കെ, അതായത് സോൾമേറ്റ് കണക്ഷൻ പോലെ ഫീൽ ചെയ്യുന്ന ഒരാളായിരിക്കും. നിങ്ങൾ തമ്മിലുള്ള ഉണ്ടാവുന്ന ഒരു കെമിസ്ട്രി എന്താണെന്ന് വെച്ചാൽ അതിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. പെട്ടെന്ന് മീറ്റ് ചെയ്യുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആവാം. പക്ഷേ ഫാമിലി
അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, രണ്ടുപേരുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു വിവാഹമായിരിക്കും. ഓക്കെ. അതുപോലെ വളരെ എന്താ പറയുക, ലോയലായിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പാർട്ട്ണറായിരിക്കും. ചീറ്റ് ചെയ്യും അങ്ങനെയൊക്കെയുള്ള പേടിയൊന്നും ഇവിടെ ആവശ്യമില്ല. ടോറസ് കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ റിലയബിളാണ്. ഓക്കെ. ഒരു 4 years എടുക്കാം ചിലപ്പോൾ. നിങ്ങളുടെ ഏജ് അനുസരിച്ച് എടുക്കുക. എന്ന് മീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചിലർക്കൊരു 4 months ആയിരിക്കാം, ചിലർക്ക് 4 years ആയിരിക്കാം. അഗെയിൻ അതായത് എല്ലാ ലക്ഷറിയൊക്കെ ഉള്ള ഒരു അനുഭവിച്ച് ജീവിക്കുന്ന ഒരാൾ തന്നെയാണിത്. ഓക്കെ. അതിന് കുറവുകളൊന്നുമില്ല. സ്വന്തമായിട്ടൊരു വീട്, അതായത് കാറ്, അങ്ങനെയെല്ലാം നമ്മൾ പറയില്ലേ, നമുക്ക് ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയ ഒരു വ്യക്തിയാണിത്. അപ്പോൾ നിങ്ങളുടെ പ്രേയേഴ്സ്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴാണിത് കണ്ടത്. യുവർ പ്രേയേഴ്സ്, അഫിർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ. പെട്ടെന്ന് കണ്ടുമുട്ടാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും കാണുന്നില്ല, പ്രാർത്ഥിക്കുക. ഓക്കെ. നല്ല മനസ്സോടെ ഇരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഫയൽ നമ്പർ 1. ഫയൽ നമ്പർ 2. ഗ്രീൻ പെൻ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് നെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്? മാരേജ് നോക്കുന്നവരാണെങ്കിൽ അങ്ങനെ, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനാണെങ്കിൽ അങ്ങനെ, എനിത്തിങ്. കാർഡ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാം കേട്ടോ. ഫയൽ നമ്പർ 2. ഇങ്ങനത്തെ നേച്ചറുള്ള ആളാണ്, എന്തൊക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്, ടാരോ എന്തൊക്കെയാണ് കാണിക്കുന്നത് നോക്കട്ടെ. Time to disconnect from the world. ഈ വീണ കാർഡ്സ് എല്ലാം എടുക്കുന്നില്ല കേട്ടോ. Heart to heart conversations. Again, എങ്ങനത്തെ സാഹചര്യത്തിൽ മീറ്റ് ചെയ്യും, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്. 6th house. Descendant, invitation.
Five of Cups. Queen, Four of Swords. Okay. Okay, pile number 2. ഈ പേഴ്സണെ നിങ്ങൾക്ക് ചില പേർക്ക് അറിയാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വർക്ക് ലൈഫിൽ വെച്ച് നിങ്ങൾ മീറ്റ് ചെയ്ത ഒരാളാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ജോലി സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്ത ഒരാളായിരിക്കാം. ഓക്കെ. പിന്നെ ഈ പേഴ്സണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഇത് നമ്മൾ പറയില്ലേ, തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വളരെ സ്ട്രോങ് ആണ്. ജീവിതത്തിൽ നമുക്കിപ്പോൾ പല കാര്യങ്ങളിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില സമയങ്ങളിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതൊക്കെ വളരെ ഡൈനാമിക്കായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണിത്. അതുമാത്രമല്ല, ഇപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമെങ്കിലും ഈ വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ലിസൺ ചെയ്യുമെങ്കിലും അവർക്ക് അവരുടേതായ അഭിപ്രായം എന്താണോ അതിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കും. അതായത് ഒരാൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇവരുടെ ക്യാരക്ടർ. ഓക്കെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരാളാണ്. മാനസികമായിട്ട് വളരെ സ്ട്രോങ് ആണ്. അവരുടെ ചാർട്ടിൽ ചിലപ്പോൾ അവരുടെ മൂൺ, അതായത് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് മൂണാണ്, ചന്ദ്രനാണെന്ന് പറയും. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നവരായിരിക്കാം. സ്ട്രോങ് പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കാം. കുറച്ചൊരു ഏജ് ഡിഫറൻസ് ഉണ്ടാവാം ഈ പേഴ്സണ് നിങ്ങളുമായിട്ട്. ഒരു 5 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ടാവാം. ചില പേർക്ക് 8 ഇയേഴ്സ് ഡിഫറൻസ് ആവാം. ചില പേർക്ക് അതിലും കൂടുതലാവാം. മേജർ ഡിഫറൻസ് ആവാം. ഓക്കെ. ഇവിടെ കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ വളരെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾക്കൊരു കീ ആണ്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു താക്കോലാണ്, സക്സസിൻ്റെ താക്കോലാണ്. ഓക്കെ. അതായത് ഇപ്പോൾ മൂടിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഈ പേഴ്സണെ അറിയിക്കുക. ലെറ്റ് ഹിം നോ, ലെറ്റ് ഹെർ നോ. ഓക്കെ. കാര്യം എന്താണെന്നുള്ളത് ഓപ്പണായിട്ട് ഡിസ്കഷൻസ് ഉണ്ടാവണം. അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ഉള്ളിലുള്ള എന്തെങ്കിലും പെയിൻ, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സൊല്യൂഷൻസ് തരാൻ ഈ പേഴ്സണ് പറ്റും. ഓക്കെ. അപ്പോൾ ഇതൊരു വർക്ക് പ്ലേസ് വെച്ച് മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ലവ് മാരേജ് ഇൻഡിക്കേഷൻസും ഉണ്ട്. പക്ഷേ ഭയങ്കരമായൊരു എക്സ്പ്രസീവ് ഒന്നുമല്ല ഈ പേഴ്സൺ. നിങ്ങളൊരു വലിയ റൊമാൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ നോ. അതുപോലെ ഈ പേഴ്സൺ നിങ്ങളെ ഇങ്ങോട്ട് വന്ന്
ഇങ്ങോട്ട് വന്ന് എന്താ പ്രപ്പോസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് കുറച്ച് മെച്ചുവേർഡായിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അതായത് ലൈഫ് എന്താണെന്നറിയാം, ആൾക്കാരെന്താണെന്നറിയാം, ഈ ലോകം എങ്ങനെയാണ് പോകുന്നതെന്നറിയാം. ഓക്കെ, എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. അങ്ങനെ ഒരു പേഴ്സണാണിത്. അപ്പോൾ മീറ്റിംഗ് സർക്കംസ്റ്റൻസസ് ഞാൻ പറഞ്ഞു. വ്യക്തിയുടെ ഫിസിക്കൽ അപ്പിയറൻസ് പറയുകയാണെങ്കിൽ വളരെ ടോളായിരിക്കും, നല്ല ടോളായിരിക്കാം. കുറച്ചൊരു ചില പേർക്ക് നല്ല ഫെയർ ആയിട്ടും ചില പേർക്ക് അത്യാവശ്യം നല്ല ഡാർക്കായിട്ടും സ്കിൻ കളർ കാണുന്നുണ്ട്. ഹെയർ അധികം അതായത് ഫ്രണ്ടിലില്ലേ, നമ്മുടെ തലയുടെ മുന്നേ നമ്മളെ ഫ്രണ്ടിൽ ഭാഗത്ത് അധികം മുടി ഉണ്ടാവില്ല. ചിലപ്പോൾ ഹെയർ ഫോളിൻ്റെ പ്രോബ്ലം ഉണ്ടാവാം. ഈ പേഴ്സൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും എനിമീസൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിക്കോട്ടെ ഫാമിലി ലൈഫിലായിക്കോട്ടെ, അവിടെ നിങ്ങളുടെ പക്ഷം നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഇത്. അതായത് നിങ്ങളുടെ മനസ്സും കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ച് അതിനനുസരിച്ച് നീങ്ങുന്ന ഒരാൾ. സ്വന്തമായിട്ട് എല്ലാം നേടിയെടുത്ത ഒരാളായിരിക്കും. അല്ലാതെ ഫാമിലി സപ്പോർട്ട് കൊണ്ടോ അങ്ങനത്തെ സപ്പോർട്ട് സിസ്റ്റം ഇവർക്കത്ര കിട്ടിയിട്ടുണ്ടാവില്ല. ദെൻ കാണുന്നത് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും ഈ പേഴ്സൺ. വർക്കൗട്ട് ചെയ്യുക, ഹെൽത്ത് നന്നായിട്ട് നോക്കുക, ശരീരം ഫിറ്റാക്കി വെക്കുക. ചിലപ്പോൾ ഡെയിലി ജോഗിങ്ങിനൊക്കെ പോകുന്നവരായിരിക്കാം. ജോലിയോട് വളരെ ആത്മാർത്ഥതയുള്ള ആളാണ്. ലവ് മാരേജ് പോലെയാണ് കാണുന്നത്, പക്ഷേ അങ്ങനെ വലിയ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കാം. ഈസ് ഇറ്റ് ഗോയിങ് ടു ബി എ ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ്? നോക്കട്ടെ. 7 of Pentacles, ഒരു കാർഡ് കൂടെ. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ്? Nine of Swords. ഇത് നിങ്ങൾ ചിലപ്പോൾ ഒരു മാരേജിൻ്റെ കാര്യം വേണ്ടി ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മാരേജിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊന്നായിരിക്കില്ല. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനകത്ത് എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടാവുക, തടസ്സങ്ങളുണ്ടാവുക, ഒരു റിലേഷൻഷിപ്പിൽ പോയിട്ട് അത് വർക്കൗട്ട് ആവാതിരിക്കുക, ആകെ ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുക, ഉറക്കമില്ലാത്ത രാത്രികൾ, ഒരുപാട് കരച്ചിൽ ബഹളം, ഒരുപാട് ലോങ് വെയിറ്റിംഗ്. എവിടെ എൻ്റെ സോൾമേറ്റ്, വേർ ഈസ് മൈ സോൾമേറ്റ്, വേർ ഈസ് മൈ സോൾമേറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില അതായത് മനസ്സിനായിട്ട് നമുക്കിട്ട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതിപ്പം പാസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഇവിടെ കാണുന്നുണ്ട്. ചില പേർക്കൊരു 36 ആയിരിക്കാം, 33, 36, 28 അങ്ങനെയൊക്കെയുള്ള ഏജസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു മാരേജിന്. ചില പേർക്ക് 38 ആവാം. കുറച്ച് ലേറ്റ് മാരേജാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ പേഴ്സണൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്.
ഒരു ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് ആണോ? യു ഡിസേർവ് ലവ്, യു ആർ ലവബിൾ. അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നൊരു മെസ്സേജ് പോലെ വന്ന കാർഡാണ്. നിങ്ങൾ സ്നേഹം അർഹിക്കുന്നവരാണ്. ആരെങ്കിലും എന്തെങ്കിലും ലൈഫിൽ വന്ന് ചെയ്തിട്ട് പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾ വാല്യുബിൾ അല്ലാത്ത ഒരാളൊന്നുമല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കുക. നിങ്ങൾ വളരെ ലവബിളാണ്. നിങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സ്നേഹമാണ് ഈ വരുന്നത്. അത് ദൈവം തരുന്നതായിട്ട് കരുതുക. ഇത് യൂണിവേഴ്സ് തരുന്നതായിട്ട്. എന്താണ് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്ന് അതൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു സ്നേഹമാണിത്. ഓക്കെ, വളരെ എന്താ പറയുക, ഡിറ്റർമൈൻഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇത്രയും സീരിയസ് ആയൊരു വ്യക്തിയെ പ്രപ്പോസ് ചെയ്യുന്നത് തമാശയായിരിക്കും. നോക്കാം, അറിയില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് എഴുതി വെക്കാൻ ഞാൻ കമൻസ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇറ്റ്സ് ടു പേഴ്സണൽ, ഇവിടെ പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും നന്നായിരിക്കട്ടെ. ഫയൽ നമ്പർ 2 നമുക്ക് റീഡിങ്ങോടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഫയലിലേക്ക് പോകാം. ഫയൽ നമ്പർ 3. ഈ ഒരു ഓറഞ്ച് അല്ലല്ലോ ഇത്, എന്ത് കളറാണല്ലോ അത്. ഓക്കെ, അപ്പോൾ ഫയൽ നമ്പർ 3 ചൂസ് ചെയ്തവിടെ റീഡിംഗ് ആണ് നെക്സ്റ്റ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ നേച്ചർ? പിന്നെ കാർഡ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാം കേട്ടോ. നേച്ചർ എന്താണ്, എന്തൊക്കെ ഡീറ്റെയിൽസാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ്, എന്ത് സർക്കംസ്റ്റൻസസിലാണ് മീറ്റ് ചെയ്യുന്നത്, ടാരോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തരുന്നതെന്ന് നോക്കാം. Wheel of Fortune, Star, Page of Swords, Two of Swords, Ace of Wands, Nod. Okay. Eleventh house.
stay optimistic about your loved one. Trust. Pile number 3. സ്ട്രോങ് അക്വേറിയസ് എനർജി കാണുന്നു. നിങ്ങളുടെ സൈനാണോ വരുന്ന ആളുടെ സൈനാണോ ഒന്നും അറിയില്ല. വളരെ സ്ട്രോങ് ആയിട്ട് അക്വേറിയസ് എനർജി കാണുന്നു. ഈ പേഴ്സൺ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്ന ഒരാളാണ്. അൺഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ കാസ്റ്റോ റിലീജിയനിലോ പെട്ട ഒരാളാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ, അൺകൺവെൻഷനലായിട്ടുള്ള എന്തോ സംതിങ് ഇതിനകത്തുണ്ട്. ഈ വ്യക്തി ഒരു അതായത് അവരുടെ ഫാമിലിയിൽ ചെയ്തുകൊണ്ടിരുന്ന, അതായത് ഇപ്പോൾ ഫാദർ മദറൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോബോ ബിസിനസ്സോ ഒന്നും ആയിരിക്കില്ല ഈ പേഴ്സൺ ചെയ്യുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ശൈലിയുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയറായിരിക്കാം ചൂസ് ചെയ്തത്. ഇതൊരു പുതിയ പേഴ്സണായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു എക്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നോ, ഒരു ന്യൂ ലവ്, ക്ലിയർലി ഒരു ലവ് മാരേജ് സിറ്റുവേഷനാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു കാസ്റ്റ് കമ്മ്യൂണിറ്റി ഡിഫറൻസസ് കാണുന്നുണ്ട്. പുതിയൊരു പേഴ്സണെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോഴേ ഇത് തന്നെയാണോ എൻ്റെ വ്യക്തി, അങ്ങനെ നിങ്ങൾ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ പേഴ്സണെ പറ്റി ഒരുപാട് അന്വേഷിക്കും. എങ്ങനെയുള്ള ആളാണ്, പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവാം, സ്റ്റോക്കിംഗ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കാം. ഈ പേഴ്സൻ്റെ ഒരു എൻട്രി ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം. ചിലപ്പോൾ എബ്രോഡുള്ള ഒരാളായിരിക്കാം. എബ്രോഡെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ പോയാലും അതായത് ഫോറിൻ പ്ലേസിൽ ജീവിക്കുന്ന ഒരാളായിരിക്കാം. ഓക്കെ, വേറൊരു രാജ്യം തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യനെ വിവാഹം കഴിക്കുന്ന പോലത്തെ സിറ്റുവേഷൻസ് ആവാം. എങ്ങനെ പോയാലും ചിലപ്പോൾ ഒരു ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാവാം. ഒരു 300 കിലോമീറ്റേഴ്സിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് ഉണ്ടാവും. ട്രാവലിംഗ് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ട്രാവൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ പേഴ്സൺ നിറയെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. നിറയെ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പേഴ്സൻ്റെ ജോലി അത്തരത്തിലുള്ളതായിട്ട് കാണുന്നു. ചിലപ്പോൾ ട്രാവലിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോലിയായിരിക്കാം. ട്രാവൽ ഏജൻസി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവാം. എന്തായാലും ചിലപ്പോൾ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ജോലികളായിരിക്കാം. ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഒരു ബിഗ് കമ്പനി അങ്ങനത്തെ ഏതെങ്കിലും ഒരു വലിയ ഒരു ഭാഗം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. ദെൻ ഇവിടെ ഒരു നോർത്ത് നോഡിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ ഫീൽഡ് ആവാം. അതായത് ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ AI, പുതിയ ന്യൂയിഷ് ടെക്നോളജീസ് എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോലിയും ആവാം. സോഫ്റ്റ്വെയർ ഫീൽഡാവാം. അപ്പം നിങ്ങൾ കുറച്ചൊരു പെസിമിസ്റ്റിക് ആയിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാർഡ് വന്നത്. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നു. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. ഞാൻ പറഞ്ഞത് ഇത് കംപ്ലീറ്റ്ലി ഒരു ലവ് മാരേജ് സിറ്റുവേഷനാണ് കാണുന്നത്. ഫാമിലിയുടെയൊക്കെ എതിർപ്പുണ്ടാവാം. പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ച് ഈ പേഴ്സണെ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേക ഒരു ടൈം ഫ്രെയിം പറയുന്നില്ല ഇതിനകത്ത് കണ്ടിട്ട്.
ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് യൂണിവേഴ്സ്. വിശ്വസിക്കുക. ഓക്കെ, ദിസ് സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്ലിയർലി ലവ് മാരേജ്. ഇത് കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരാളായിരിക്കും കേട്ടോ. സ്വഭാവം പറയുമ്പം ഒരു പെട്ടെന്നൊരു ദേഷ്യം വരുന്ന സ്വഭാവക്കാരിയോ. പിന്നെ കാണുന്നത് 2 ജോബ് ഉണ്ടായിരിക്കാം, 2 വേ ഓഫ് ഇൻകം ഉണ്ടായിരിക്കാം ഈ പേഴ്സൺ. മീറ്റിംഗ് സർക്കംസ്റ്റൻസസ് പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എൽഡർ സിബ്ലിംഗ്, മൂത്ത ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വഴി മീറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അതിനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. മീറ്റിംഗ് സർക്കംസ്റ്റൻസസ്, ലിബ്ര, ബാലൻസ്. ഓക്കെ, ലിബ്ര കാർഡാണ് വന്നിരിക്കുന്നത്. എഗെയിൻ ലിബ്ര റൂൾ ചെയ്യുന്നത് വീനസ് ആണ്, ശുക്രനാണ്. അതായത് ക്ലിയർലി ഒരു ലവ് മാരേജ് സിറ്റുവേഷനാണ് കാണുന്നത്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ ഒന്നിച്ച് ചിലപ്പോൾ ബിസിനസ് ചെയ്യുമായിരിക്കാം, ഫാമിലി, അല്ലെങ്കിൽ അതായത് ആഫ്റ്റർ മാരേജ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു പബ്ലിക് അപ്പിയറൻസ് ഉള്ള ഒരാളായിരിക്കാം. ഓക്കെ, ലവ് മാരേജ് സിറ്റുവേഷനാണ് കാണുന്നത്. മീറ്റ് ചെയ്യുന്ന സർക്കംസ്റ്റൻസ് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സിനിടയ്ക്കുള്ള ഒരാളായിരിക്കാം. കൂടുതൽ ഇൻഡിക്കേഷൻസ് 3rd ഹൗസ്, കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മീഡിയ വഴിയുള്ള റിലേഷൻഷിപ്പും ആവാം. ഓക്കെ, സോഷ്യൽ മീഡിയ വഴിയുള്ള റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, നിങ്ങൾ FBയോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ എന്തെങ്കിലും വഴി കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയായിരിക്കാം. വളരെ സെക്ഷൽ അട്രാക്ഷൻ നിങ്ങൾ തമ്മിലുണ്ടാവും, ഫിസിക്കൽ അട്രാക്ഷൻ വളരെ ഉണ്ടാവും തമ്മിൽ. വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഈ വ്യക്തി സോഷ്യലൈസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് മൊത്തം ഒരാളാണിത്. സോഫ്റ്റ്വെയർ ഫീൽഡൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. നോട്ടിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള ജോലിയായിരിക്കാം, ടെക്നിക്കലായിട്ടുള്ള ജോലി. ദൂരസ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. പിന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നല്ല ഫെയർ ആയിട്ടുള്ള ഒരു ഫീച്ചർ, ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണാണ് കാണുന്നത്, ഫെയർ സ്കിൻ. അധികം ഹെയർ വളർത്തുന്ന ഒരു ടൈപ്പായിട്ട് കാണുന്നില്ല. ബോയ് കട്ടൊക്കെ ചെയ്യില്ലേ പെൺകുട്ടികളാണെങ്കിൽ. ഒരു മീഡിയം ടു ടോൾ ഹൈറ്റ് കാണുന്നുണ്ട്. ഈ പേഴ്സൻ്റെ വളരെ കാഷ്വലായിട്ടുള്ള ക്ലോത്തിങ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഡ്രസ്സിങ് ആയിരിക്കാം. പിന്നെ കണ്ണാടി വെച്ചിട്ടുണ്ടാവാം, സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ കാണുന്നത് വളരെ കൗശലക്കാരനെ പോലെ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കാം ഇത്.
ഓക്കെ, നമ്മൾ ചിലരുടെ സംസാരം ആൾക്കാരിലേക്ക് വളരെ ആകർഷണം തോന്നിക്കും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കുറച്ചൊരു ഫ്ലേർട്ടിങ് എനർജി ഒക്കെ ഉള്ള ഒരാളാണ്. പൊതുവെ അങ്ങനെ ആയിരിക്കാം, നിങ്ങളോടും അങ്ങനെ ആയിരിക്കും. ദെൻ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഭയങ്കര ശ്രദ്ധയാണ്. കൈകൾക്ക് നല്ല ലെന്തി ആയിട്ടുള്ള കൈകളായിരിക്കാം, വിരലുകളും. തിന്നായിട്ടുള്ള ലിപ്സ്, ക്യൂട്ടായിട്ടുള്ള ഫേസ്. കണ്ടാൽ പെട്ടെന്നൊന്നും തോന്നില്ല. അതായത് ഈ പേഴ്സൻ്റെ ഉള്ളിൽ ഇത്രയും സീക്രസീസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം അറിവുണ്ടെന്നോ ഇതൊന്നും ഈ പേഴ്സണെ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കൈൻഡ് ഓഫ് അപ്പിയറൻസ് ആയിരിക്കാം. പക്ഷെ വളരെ എന്താ പറയുക, ടാക്ട്ഫുള്ളി ജീവിക്കാൻ അറിയാവുന്ന ഒരാളാണിത്. നിങ്ങളെയും ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ആളാണ്. വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ഒക്കെ ബാലൻസിൽ കൊണ്ടുപോകാൻ അറിയാവുന്ന. ഇതിനു മുമ്പ് ഒരുപാട് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്ലർട്ടേഷ്യസ് ആയിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. ഈ പേഴ്സണെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ചിന്തകളൊന്നും പാടില്ല. അവരെ അവരുടെ വഴിക്ക് വിടുക, ഫ്രീഡം കൊടുക്കുക. വളരെ കുറച്ചൊരു വിയേർഡായിട്ടുള്ള ഒരു വഴിയായിരിക്കാം നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങളോടുള്ള അപ്രോച്ച് അങ്ങനെ ആയിരിക്കാം. പ്രപ്പോസ് ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ തോന്നാം, ഈ പേഴ്സൺ എന്താ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറച്ചൊരു വിയേർഡായിട്ടുള്ള ഒരു ഇത് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ കുറച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഈ പേഴ്സൺ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു ഡിവൈൻ ടൈമിങ് പറയുന്നുണ്ട്. അതിന് ആ ഒരു സമയത്ത് മാത്രമേ ഈ പേഴ്സണെ നിങ്ങൾക്ക് കണ്ടുമുട്ടുള്ളൂ. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട്. എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് എനർജറ്റിക്കായിട്ട് നടക്കുന്ന ഒരാളായിരിക്കും ഇത്. അടങ്ങി ഒരിടത്തിരിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പൈൽ നമ്പർ 3. യെസ്, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. എല്ലാം കൂടി നമുക്ക് വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ലെന്തി ആയിപ്പോവും. പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിപ്പോവും, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 3 നമുക്കിതോടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോറി, കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയില്ല, കമൻറ്റ്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അറിയാതെ പറഞ്ഞു വന്നേ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.